பக்கத்து வீட்டை பெண்ணை அழைப்பான். ഇതെന്ത് പാട്ട്? பக்கத்து வீட்டை பெண்ணை அழைப்பான். சும்மா ஒரு பேச்சுக்கு திருடன் என்று சொல்லிவிட்டால் அப்பா தாத்தா பாட்டி என்று திருடன் என்று சொல்லி விடுவான். விஷமக்கார கண்ணன், பொல்லாத விஷமக்கார கண்ணன். സിനിമ പാട്ട്. നദിക്കോറ് കമലമോറ് നന്ദ ഗോപാലൻ നൂറു വിഷമക്കാര കണ്ണൻ. ഈ പാട്ട് അറിയില്ല? എനിക്കറിയത്തില്ല. ഇത് വിഷമക്കാരൻ കണ്ണൻ. ഇത് കൃഷ്ണന് വേണ്ടി പാടുന്നത് ആണോ? ആ, ഓക്കെ. ഇതൊക്കെ നല്ല പാട്ടല്ലേ? കൃഷ്ണ ജയന്തി എനിക്ക് പാടാൻ വേണ്ടിയത് കൊഞ്ചം ലേറ്റ് അടിച്ചു, അவ்வளோதான். മാടുമേക്കും കണ്ണേ, അത് കണ്ടിട്ടില്ലേ? ആ പാട്ട് എനിക്കറിയാം, പാടിയേ. അതിന്റെ ലിറിക്സ് എനിക്ക് അറിഞ്ഞൂടാ. കച്ചീന പാലും തരേ കൽക്കണ്ട് ചീനി തരേ, കച്ചീന പാല് തരേ കൽക്കണ്ട് ചീനി തരേ, വെയിലിലെ പോക വേണ്ട മാടുമേക്കും കണ്ണേ നീ പോക വേണം സൊന്നേ. ബാക്കി ബാക്കി കൊള്ളാം. ലിറിക്സ് എടുത്ത് രാത്രി എന്തായാലും കാണുമല്ലോ. തലവേദന എടുത്തോണ്ടാണ് ഇപ്പൊ കുളിച്ചത്. കുളിച്ചു, വേദവെള്ളത്തിൽ ഞാൻ കുളിച്ചു. ഏത് വെള്ളത്തിൽ കുളിച്ചോ? ആ, നല്ല ചൂട്, ഭയങ്കര ദേഹം വേദന ഒക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ച് ഫ്രഷാ. ഇനി നല്ല സാപ്പിടണം. എന്നാ സാപ്പിട പോറേ? വെജിറ്റേറിയൻ. We should always eat vegetarian. Let me see what's for lunch. Yeah, let's see. എന്താണ് നോക്കാം. ഇത് തുറക്കെ. ബീഫ് കറി. ഓ നോ നോ. പൊന്നിയരി. വേറെ വെജിറ്റേറിയൻ മതി. ആ, ഇത് മതി. ഇത് ഇത് മറ്റേ അല്ല, ഇത് മറ്റേ കഞ്ഞിവെള്ളത്തില് മത്തൻ കറി. അത് ഇഷ്ടമല്ലേ? ഇത് ഇത് ഇതെന്താണ്? മുരിങ്ങയില. ഞാൻ മരുന്ന്. ഇത് മോര് കറി. മരുന്ന് ദോശ. മോര് കറിയല്ല, പുളിശ്ശേരിയാ. ഇത് സോയ. യെസ്. വാട്ട് ഇസ് ദാറ്റ്? അതെന്താ? അവിയൽ. യെസ്, ദിസ് ഈസ് ഗുഡ്. മുരിങ്ങയില ഭയങ്കര നല്ലതാണ്, കണ്ണിനൊക്കെ ഭയങ്കര നല്ലതാണ്. ആണോ? അപ്പൊ ഇനി ഒരു പാട്ടും കൂടെ പാടിയിട്ട് ഫുഡ് കഴിച്ചോ. അവിയലിനെ കുറിച്ചുള്ള പാട്ടുണ്ടോ? അവിയലിനെ കുറിച്ച് പാട്ടില്ലേ? ഇല്ലേ? കല്യാണ സമയം സാദം, അത് കണ്ടുണ്ടാ? ഓക്കെ. ലിറിക്സ് ഇല്ല. ലിറിക്സ് ഇല്ല, അതല്ലേ പറഞ്ഞ. പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയാ? അല്ലെങ്കിൽ ഇത് നമ്മുടെ രാമനൊരു പാട്ട് കേട്ടിട്ടുണ്ട്, മലരേ മൗനമാ. ആ പാട്ട് ഇഷ്ടമാണ്. പിന്നെ വിദ്യാസാഗർ, the most underrated guy he is. എന്റെ ഫേവറേറ്റ് സോങ്. അതെ. പിന്നെ എന്താ, SPB അല്ലേ അത് പാടിയത്? ജാനകി. SPB. ജാനകി സുലഭ വേണോ? ഓക്കെ, രാത്രി പാപ്പോ. ഓക്കെ, ഫ്രൂട്ട്സ് വിട്ട് പാപ്പോ. ഹൻസുവിന് എന്നൊരു ഷൂട്ടുണ്ട്, അതിന് വേണ്ടി അത്തപ്പൂ ഇടാൻ പൂവെല്ലാം കൊണ്ട് വെച്ചേക്കുക. വെൽക്കം ബാക്ക് ടു മൈ ഹോം വ്ലോഗ്. അശ്വിനെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത് ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അതിൽ ആഡ്. ഓക്കെ, ഹൻസ് കുട്ടിക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 5 മിനിറ്റിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആക്രി രീതിയിലുള്ള ഡെക്കോർ ചെയ്യുവാണ്. ഇൻസ്റ്റൻറ്റ് അത്തപ്പൂ ബൈ സിന്ധു. എൻ്റെ ഒരു ടാലൻറ്റും ഇതിലില്ല, പക്ഷേ ഇത് മതി. Or before that, pattu aanengi for presentation. Bye. Something is happening. Yeah. What's happening? കടലമാമനാവാൻ പോണ. എന്താ? കടലമാമൻ. കടല. തള്ളു വണ്ടിയിൽ കടല. തള്ളു വണ്ടി കടല. ഓക്കെ. കൊറിയൻഡർ ലീവ്സ്. വീട്ടിൽ ചെയ്യാറുണ്ട് ഇതൊക്കെ. ഇവിടെ ഇത് മാത്രം കരിച്ചു മാത്രം നമുക്ക് എടുക്കാം. ഭയങ്കര നല്ലതാണ്. വെരി കണ്ണ് ആർക്കാ കണ്ടുകൂടാത്ത? കുഴപ്പമില്ല, പച്ചയല്ലേ, പച്ച കഴിച്ചാലും കുഴപ്പമില്ലെന്നാണ് ഉണങ്ങിയതല്ല പറഞ്ഞിട്ടുള്ളത്. എന്ത് ശാസ്ത്രത്തില്?
ഉണങ്ങിയ രണ്ട് ഇല കിടക്കുന്നത്. ആരെങ്ങനെ കട്ട് ചെയ്യാൻ പഠിപ്പിച്ചേ? നീ എഞ്ചിനീയറോ ഷെഫോ? Engineer can do everything in life. എന്താ? Engineer can do anything in life. രാത്രി 2 മണി ഇതൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നത്. കുക്കിങ്ങോ? നല്ലതല്ലേ? ഏത് ചാനൽ? അങ്ങനെ യൂട്യൂബിൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇതൊക്കെ ഉണ്ടല്ലോ. അവിടെ നമുക്ക് വൃത്തി എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, അതേപോലെ നമുക്ക് ഫോളോ ചെയ്യാമല്ലോ. പക്ഷെ എന്താ പറയണ, എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും വലിയ ക്രേസ് ഇല്ല. ഊസിക്ക് ആ ട്രിവാൻഡ്രത്ത് ആ കനകക്കുന്നിൻ്റെ നടയിലുള്ളതൊക്കെ കഴിക്കാൻ പോകും. പക്ഷേ ഇത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. വീട്ടിലാകുമ്പോൾ നമുക്ക് കഴിക്കാം. അതാകുമ്പോൾ എത്ര വെജിറ്റബിൾസ് നമുക്ക് അകത്ത് പോകുന്നുണ്ട്. കടലയും നല്ലതാണ്. അതെ, പ്രോട്ടീൻ. സൂപ്പ് ഉണ്ട് കേട്ടോ. സൂപ്പ് ഞാൻ ഇന്നലെ റിക്വസ്റ്റ് ചെയ്തു. വെജ് സൂപ്പ് അല്ല, ഇനി വെജിറ്റബിൾസ് അല്ലേ, ടൊമാറ്റോ, സവാള, വെജിറ്റബിൾ ആണല്ലോ. പച്ചമാങ്ങ വിട്ടാഴ്ച പാടായിരിക്കും. കേടാണോ? അല്ലല്ല, തൊലി ചെത്തണമായിരുന്നോ? തൊലി ചെത്തിയാ കൊള്ളായിരുന്നു. എനിക്ക് അറിയത്തില്ല കേട്ടോ. തൊലി ചെത്താൻ നോക്കാം നമുക്ക്. തൊലി ചെത്താം. പുള്ളിക്കാരുടെ പറയും കട്ട് ചെയ്യിപ്പിക്കണോ? പാടാണോ കട്ട് ചെയ്യാൻ? ശ്രമിച്ച് നോക്കാം. കുഞ്ഞു പീസ് വേണ്ടേ? കുഞ്ഞു പീസാക്കണ്ടേ? കുഴപ്പമില്ല. ഇങ്ങനെ ഇത് പിഴിയാൻ പാടാ. ഇട്ട് കുത്തോ, ഇട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, കുറച്ച് ക്യാരറ്റ്, നല്ല കൊത്തമല്ലി, മാങ്ങ, എല്ലാം ഇപ്പൊ തന്നെ. നാരങ്ങ പിന്നെ നാരങ്ങ നമ്മൾ പിന്നെ ഒഴിക്കാം. മസാല ഇടും അല്ലേ? മസാല ഈ കുക്ക് ചെയ്യണോ ജസ്റ്റ് ഒന്നിങ്ങനെ? ഇല്ലല്ല, കുക്ക് ചെയ്യണ്ട, ജസ്റ്റ് നമുക്കൊരു ഹീറ്റ് വേണം, അത്രേ ഉള്ളൂ. അടുപ്പ് മതിയായിരുന്നു. അത് മതി. അത് മതി. എനിക്ക് ഫോൾഡ് ചെയ്യാൻ ഗിഫ്റ്റ് കിട്ടിയ. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട്. Which is your favorite day? Saturday. Today. കുറച്ച് Salt പറ്റേ. അതിൽ പിന്നെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി. സുണ്ടൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ. ഓസിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എനിക്കത്ര വലിയ ഫോണ്ടൊന്നും അല്ല, ബിക്കോസ് ഓസിക്ക് എപ്പോൾ ഈ വഴിയിൽ നമ്മൾ പോകുമ്പോഴും ഇത് കഴിക്കണമെന്ന് പറയും. അപ്പം എനിക്കതൊരു ഈ വഴിയിലൊക്കെ വെക്കുന്നത് ഞാൻ പറയും ഓസി അത് ക്ലീൻ ആയിരിക്കുമോ, വെജിറ്റബിൾസ് കഴുകുമോ എന്നൊക്കെ ഞാനിങ്ങനെ ഇച്ചിരി ഫസ് ചെയ്യും. അപ്പോൾ ഓസി മിക്കപ്പോഴും അത് വാങ്ങുന്നത് അയ്യോ വാങ്ങല്ലേ ഓസി എന്നൊക്കെ പറയുമ്പോഴായിരിക്കും ഓസി പോയി വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓഫർ ചെയ്താലും ഞാൻ എടുക്കത്തില്ല. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളോട് കടല ഫാൻ. നമ്മുടെ വീട്ടിൽ പുട്ടിന് കടലക്കറിയാണ് ആക്കണമെങ്കിൽ ഞാൻ വെറും പുട്ടും പഴവും ആയിരിക്കും കഴിക്കുന്നത്. എനിക്ക് I'm not a കടല ഫാൻ.
ആൻഡ് ഇതിലും കടലയാണല്ലോ മെയിൻ സംഭവം. നമ്മളിവിടെ സുണ്ടൽ വേറെ രീതിയിലാക്കും. കടല ഇച്ചിരി വെള്ളത്തോട് ഡാർക്ക് ബ്രൗൺ കടലയാണെങ്കിൽ ഇച്ചിരി വെള്ളത്തോടു കൂടി കുക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ കടുക് പൊട്ടിച്ച് വറ്റൽമുളക് കടുക് കരിവേപ്പില എല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് ഇച്ചിരി ലിക്വിഡായിട്ടിരിക്കും. അങ്ങനെ സ്പൂൺ വെച്ച് കോരി 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 കുടിക്കാൻ പറ്റും. ദാറ്റ് ഐ ലൈക്ക്. ഇത് നമ്മുടെ ഈ പരിപാടികൾ ഈ ഫെയർസ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ മ്യൂസിയത്തിൽ കിട്ടും. തൊട്ടപ്പുറത്ത് കനകക്കുന്നുണ്ട്. കനകക്കുന്നിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇത് ഈ എന്ത് പ്രോഗ്രാം നടന്നാലും അവിടെ ഇതിങ്ങനെ പുറത്ത് ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ കാണും. സോ ഇന്ന് ഓസി വിൽ ബി വെരി ഹാപ്പി. മുളക് പൊടി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞാനിന്ന് കുറച്ച് സൂപ്പ് ആക്കുന്നുണ്ട്, ടൊമാറ്റോ സൂപ്പ്. ടൊമാറ്റോ കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. ബാലൻസ് കിട്ടിയോ? വേറെ പാത്രം വേണം കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഇതുവരെ എത്തിയില്ലേ. ഇത്ര നേരം ഈ പാത്രം സഹായിച്ചില്ല. യുവർ ലെഫ്റ്റി? മറ്റേ ഉപയോഗിക്കണം ആക്ച്വലി. ഓൾറെഡി മാങ്ങ ഇട്ടുകൊണ്ട് പുളി ഇത് മതി. പുളി കാണുമല്ലേ? റെഡി? സെൻട്രൽ റെഡി. ഓസിക്കിനകത്ത് ഓസി മുകളിലാണോ? കടല വെന്തില്ല. അത് കടല ഇപ്പൊ കുറച്ച് ഇട്ട, നേരത്തെ ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു. കടല വെന്തിട്ടില്ല കേട്ടോ. അല്ലല്ല, അത് അശ്വിനെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മുമ്പാ കുതിർത്തത് തന്നെ. ആക്ച്വലി നമ്മളത് ഓവർ നൈറ്റ് കുക്ക് ചെയ്താൽ കുതിർത്താലല്ലേ കുക്കാവൂ നന്നായിട്ട്. മാങ്ങ ഉണ്ടോ? യെസ്, മാങ്ങ. എവിടെ നിന്ന് കിട്ടി? മാങ്ങ മാവിൽ നിന്ന് കിട്ടി. മൈ ഗോഡ്. എന്താ കുഴപ്പമില്ല ഉണ്ടോ? ഞാൻ എങ്ങനെ ഇങ്ങനത്തെ കോമഡി ഒക്കെ പറയാൻ പറ്റുന്നത് എനിക്ക് അറിയാത്തോണ്ട്. മാങ്ങ എവിടെ നിന്ന് കിട്ടി വെച്ചാൽ മാങ്ങ മാവിൽ നിന്ന്. മാങ്ങ പിന്നെ എന്തോന്ന് പ്ലാവിൽ നിന്ന് കിട്ടും. കിട്ടില്ല. ആ, തെങ്ങിൽ നിന്ന് കിട്ടുമോ? അങ്ങനെ കിട്ടത്തില്ല. ഇല്ല, മാവിൽ നിന്നല്ലേ മാങ്ങ കിട്ടും. ഞാൻ വെച്ചാൽ എല്ലാ മരത്തിൽ നിന്ന് എല്ലാം കിട്ടുന്നു. ഓഹോ, നിന്റെ ഇവിടെ നടന്നുകൊണ്ട് എന്തൊക്കെ എനിക്ക് അറിവ് കിട്ടിയെന്നറിയോ? ആ സത്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഷോപ്പിംഗ് അല്ല ലുലു മോളൊക്കെ പോലെ എവരിത്തിങ് അണ്ടർ വൺ റൂഫ് എല്ലാ മരത്തിലും എല്ലാം കിട്ടുന്ന ഇത്രയും നാൾ ഈ നിമിഷം വരെ വിചാരിച്ചു. നീ ഇപ്പം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു ഐഡിയ പോയി. സത്യം ഇതൊക്കെയാണ്. നല്ലൊരു ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ അറിവ് കിട്ടും. ഭയങ്കര അറിവായിപ്പോയില്ലേ? അന്യായം. നിന്റെ ആ കഴിവുകൾ പൂർണ്ണമായിട്ട് ഈ ഭൂമി അറിഞ്ഞിട്ടില്ല, ലോകം അറിഞ്ഞിട്ടില്ല. അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. പോകെ പോകെ അറിയും. ചോദിച്ചു പോ. കൊറേ ദിവസമായല്ലോ എന്റെ വ്ളോഗിലെ കണ്ടിട്ട്. ചേട്ടൻ എവിടെയായിരുന്നു? നിങ്ങളൊക്കെ ഞാൻ കുറച്ച് വ്ളോഗ് ഉണ്ടാക്കി പ്രശസ്തി ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് അസൂയ മൂലം സഹിക്കാൻ വയ്യ. അതുകൊണ്ട് എന്നോട് സഹകരിക്കുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ക്യാമറ എടുത്തുകൊണ്ട് വന്നിട്ട് മാങ്ങ മാവിലാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നു. ഇതുപോലത്തെ നല്ല ടോപ്പിക്കോട്ട് വാ, ഞാൻ പെർഫോം ചെയ്തു തരാം. ഈ ടോപ്പിക് ഉണ്ടാവുന്നില്ല. ഇപ്പം ഇവിടെ നിന്ന് എന്ത് ടോപ്പിക്ക്? ഞാൻ ഇവിടെ നിന്ന് ഗുണ്ടൽ കഴിക്കുന്നു. എൻ്റെ കണ്ണാടിയാണെങ്കിൽ കാണാനില്ലാതെ എവിടെ പോയി തപ്പണം എന്ന് ആലോചിച്ചു. എൻ്റെ ഒരു കണ്ണാടി പൊട്ടി. ഞാൻ 2 കണ്ണാടിക്ക് ഓർഡർ കൊടുത്തേക്കുക. ഈ ഒരു കണ്ണാടി മാത്രം കയ്യിലുണ്ടായിരുന്ന സുഖമായിട്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുമായിരുന്നു. കിച്ചണിൽ ഒന്ന് പൊട്ടിയില്ലേ എന്നാണ്? ഒന്ന് പൊട്ടി, ഒന്നവിടെ കൊണ്ട് കളഞ്ഞു. ഇതിപ്പോൾ മൂന്നാമത്തെ. എന്ത് ചെയ്യും? ഭയങ്കര ഹാൻഡിക്യാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തരാം, ഷെയർ ചെയ്യാം. അല്ലെങ്കിലേ കണക്കും പറഞ്ഞു നടക്കും. 20 വർഷം മുമ്പ് അന്ന് ഞാനൊരു 2000 രൂപ തന്നില്ലേ? ഒരിക്കലും ഇല്ല. അത് ഞാനല്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്? ലൈഫ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഡയറ്റിംഗ് ഒക്കെ ഇതുവരെയായി? കഴിച്ചു 2 കിലോ കൂടി. ചുമ്മാ ഒന്നും കഴിക്കാറില്ലല്ലോ. അതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും എന്തെങ്കിലും. അയ്യോ, ഞാൻ പോയിട്ട് സൂപ്പ് ഒന്നാക്കിട്ടെ. ഏത് സൂപ്പ്? ഞാൻ ടൊമാറ്റോ സൂപ്പ് ആക്കിക്കൊണ്ടിരിക്കും. അടിപൊളി. ടൊമാറ്റോ എന്ത് ചെടിയിലാണ് ഉണ്ടാവുന്നത്? ടൊമാറ്റോ വാഴയില്. കണ്ട, നീ നിന്റെ ഒരു അറിവെന്ന് വെച്ചാലുണ്ടല്ലോ. അമ്മാ കടവുളേ, ഇത് കേൾക്കുന്ന ആൾക്കാർ പറയാം കൃഷ്ണകുമാറിന്റെ ഒരു ഭാഗ്യം. തികച്ചും നോർമലായ ഒരു ഭാര്യയെ കിട്ടിയല്ലോ അവരിപ്പോ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഭാഗ്യവാനാണ് കൃഷ്ണകുമാർ. ഭാഗ്യവാൻ ആയ ഭർത്താവ് അല്ല, ഭാഗ്യവാനായ ഭർത്താവിന്
ഭാഗ്യവതിയായ ഒരു ഭാര്യയെ കിട്ടിയല്ലോ. ഭംഗിയുള്ള ഭാര്യ. അത് പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞു. ഓക്കെ, ഒന്നുമില്ല, നീ പോയി. ക്ലോസപ്പ് എടുത്തിട്ട് ആ ഒരു വളിച്ച ചിരിയൊന്ന് കാണിച്ച് അത് എടുത്തിട്ട് ഞാൻ പോയിട്ട് കണ്ണാടി തപ്പിപ്പോവാ ഒരാള്. ഞാൻ എന്റെ മനസ്സിൽ എങ്ങനെയാണ് ആ കണ്ണാടി അവിടെ ഞാൻ വെച്ചു നോക്കുക. നമുക്കൊന്ന് ഏജിന്റെ ഒക്കെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. നമുക്ക് ഏജ് ആവുമ്പോൾ കാണുന്നൊരു ഫീൽ എന്താണെന്ന് അറിയാം. 30 വയസ്സല്ലേ? ഏജ് ഒന്നും അല്ലല്ലോ. അല്ല, ഏജ് തന്നെയാണ്. കാരണം എന്നറിയോ, ഞാൻ ഇങ്ങനെ 2-3 കാര്യങ്ങൾ ഓർക്ക്. എൻ്റെ പൂർണ്ണ വിശ്വാസം, ഞാനവിടെ കണ്ണാടി വെച്ചു, മരത്തിലോട്ട് ആ ഏടിയിൽ കയറുമ്പോഴത്തേക്ക് കണ്ണാടി താഴെ വെച്ചിട്ട് കേടാവരുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. എനിക്കും ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. അത് ഞാൻ നമ്മുടെ മറ്റേ സിയാബയ ഹാദഷിക്കയുടെ പ്രിന്റ് എടുത്ത് അത് ഞാൻ ആ ബോക്സിനകത്ത് വെച്ചു പാക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് രാത്രി പാക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ എടുത്ത പ്രിന്റ് ഇൻവോയ്സ് അത് ആ ബോക്സിലില്ല. ലൈക്ക് ഐ എം 100% ഷുവർ ഐ കെപ്റ്റ് ഇറ്റ് ദേർ, ബട്ട് ഐ കുഡന്റ് ഫൈൻഡ്. ഐ എം തിങ്കിങ് ലൈക്ക് എന്താ പറ്റി. ഞാൻ അവസാനം ഇഷ്ടമുണ്ട് ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അത് വെച്ചതായിട്ട് ഞാൻ അത്ര 100% അങ്ങനത്തെ ഒരു ഓർമ്മ വന്നിട്ട് എനിക്കിതാ ഇപ്പോൾ അവിടെ ഞാൻ കണ്ണാടി വെച്ചു, തിരിച്ച് ഞാൻ അവിടെ കൊണ്ട് എടുത്തിട്ട് തിരിച്ചു വെച്ചു എന്നൊക്കെ മനസ്സിൽ കിടക്കുക. ഞാൻ വേറെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 3 കാര്യങ്ങൾ. ഒന്ന്, പണ്ടത്തിനേക്കാൾ കയ്യിൽ നിന്ന് സാധനങ്ങൾ വീഴുന്നു. എനിക്ക് അതിപ്പോൾ അധികം സംഭവിക്കാറില്ല. ഐ എം എക്സ്ട്രീംലി കെയർഫുൾ. കെയർഫുള്ളല്ല, എനിക്കൊന്ന് നമ്മുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കണ്ണാടി ഇരിക്കുന്നു. ഈ കണ്ണാടി എടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ബ്രെയിനിൽ നിന്നൊരു മെസ്സേജ് പോകും. നമ്മൾ ദൂരം അളക്കും. ഈ കണ്ണാടി ഇരിക്കുന്ന 1 മീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കൈ പോകും. ആ കണ്ണാടിക്ക് ഇത്ര ഗ്രാം വെയിറ്റ് ഉണ്ടെന്നൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് ബ്രെയിനിന്. ആ ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളിത് എടുക്കാൻ പോകുന്നു. പണ്ടത്തിൽ നിന്ന് ചെറിയൊരു കാൽക്കുലേഷൻ വ്യത്യാസം. നമ്മുടെ കൈ കറക്റ്റ് എത്തുന്നില്ലയോ അതിൻ്റെ വെയിറ്റ് ജഡ്ജ് ചെയ്യുന്നത് എത്തുന്നു, ഈ സാധനം താഴെ വീഴുന്നു. നമ്മുടെ വിരലുകൾ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്നില്ലയോ. രണ്ടാമത്തെ ഒരു വിഷയം, ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ഒരു തുള്ളി പോലും പണ്ട് എൻ്റെ വായിൽ നിന്ന് വെളിയിൽ പോവില്ല. ഇപ്പോൾ അറിയാതെ തുള്ളി താഴേക്ക് വീഴുന്നു. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു അച്ഛനൊക്കെ നമ്മൾ ഒരു സ്റ്റേജ് അന്ന് സുഖമില്ലാത ആയ കണ്ടീഷനിലൊക്കെ കുറച്ചൊരു ഏജാണ്. വളരെ വെള്ളം കൊടുക്കുമ്പോൾ ഗ്ലാസ് കറക്റ്റായി ഇരിക്കുന്നുണ്ടെങ്കിലും സൈഡിൽ കൂടി വീഴുന്നു. ഇതൊക്കെ ചിലപ്പോൾ പലരുടെയും പ്രായമായ മക്കളെ അച്ഛന്മാരെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെ അടുത്ത് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടോ. മൂന്നാമത്തെ ഒരു വിഷയം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് ഇവിടെയൊക്കെ എന്തെങ്കിലും ഇരുന്നാൽ നമ്മൾ അറിയും ഇവിടെ എന്ത് ഇരിപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലായി. ഇത് സെൻസ് കുറയുന്നുണ്ടാവണം. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ മോൻ കഴുകാൻ പോകുമ്പോൾ അയ്യോ ഇത്രയും പേര് മുമ്പിരുന്ന് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ എന്ന് ഞാൻ ഓർത്തു. ഭയങ്കരം. അല്ല ഞാനിത് പറഞ്ഞു അതുകൊണ്ട് വേനെന്തോ എക്സസൈസ് ഒക്കെ കൂട്ടുക, എന്റെ സെൻസ് അതെ സെൻസ് ഒക്കെ ഒന്ന് കൂട്ടണം. ഡാൻസ് കണ്ട് കൊച്ചു എത്ര ഹാപ്പിയായി. അത് കൃത്യമായ ഒരു സംഭവമൊന്നും വേണ്ട. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഓരോരുത്തർക്ക് അവരവരുടെ മക്കളുടെ ഡാൻസ് കൃത്യമൊന്നാവണമെന്നില്ല. അവർ കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്ന പോലെ അവരൊന്ന് ആലോചിക്കും. ഏതോ ഒരു അപ്പൂപ്പൻ കിടന്ന്, ഏതോ ഒരു അപ്പൂപ്പനല്ല അവൻ്റെ അപ്പൂപ്പൻ തന്നെ കിടന്ന് തുള്ളുന്നു അവനെ രസിപ്പിക്കാനായിട്ട്. ചിലപ്പോൾ അവൻ ചിരിക്കുന്ന എന്തുകൊണ്ടായിരിക്കുന്നത്, ബ്ലഡി ഫൂൾ അപ്പൂപ്പൻ എന്ത് കാണിക്കുന്നു, ഇങ്ങനെ അല്ലടോ ഡാൻസ് ചെയ്യേണ്ടത്. പന്നല്ല ഇതല്ല. ഞാനൊന്ന് എണീക്കട്ടെ, ഞാൻ പഠിപ്പിച്ചു തരാന്നിരിക്കാൻ പറയുന്നത്, അതിനായിരിക്കും ചിരിച്ചത്. അതെ, എന്റെ അമ്മയെ പോലെ ഡാൻസ് ചെയ്യൂ ബ്ലഡി അപ്പൂ. ഞാൻ സൂപ്പാക്കിട്ടെ. കണ്ണാടി കിട്ടിയല്ലോ, ജീവിതം മാറി. പിന്നെ വേറെ കണ്ണാടിക്ക് മാസ്റ്റർ ഞാനിത് ഇത് ഓർക്കാവുന്ന എത്രയാണെന്ന് അറിയോ. ആ ലെൻസ് കാർട്ടിലാണ് പോയി വാങ്ങിച്ചത്, നല്ല കണ്ണാടിയാണ്. ഈ ലെൻസ് കാർട്ടിന്റെ മുമ്പിൽ കൂടി പോകുമ്പോഴൊക്കെ ഓർക്കും. ലെൻസ് കാർട്ടിന് പരസ്യം മോൾ എഴുതി കാണിക്കണം, ഇൻക്ലൂഡ്സ് പെയ്ഡ് പ്രൊമോഷൻ. എല്ലാം പറഞ്ഞ പോലെ. കണ്ണാടി കിട്ടി, ഇപ്പൊ മൊബൈൽ കാണാനില്ല. ലൈക്ക് വാട്ട് ഈസ് ആക്ച്വലി യുവർ പ്രോബ്ലം? You are my problem. ഫോൺ ഡയൽ ചെയ്യണോ? അല്ല ഇതൊക്കെ ഒരു കോമൺ പ്രശ്നമായിരിക്കും. ഇത് കണ്ടോണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഇത് തോന്നുന്നുണ്ടോ? ഇതൊക്കെ അവരുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്നു, എല്ലാവരുടെയും വീട്ടിൽ സംഭവിക്കുന്നു. എന്റെ ഫോൺ മിസ്സാക്കും, കണ്ണാടി മിസ്സാക്കും. ഞാൻ അടുത്ത കാലത്ത് അത് കൂടി ഇപ്പൊ എനിക്ക് പേടിയല്ല, കണ്ണാടി തപ്പി വെളിയിൽ പോയപ്പോ ഫോണും കൊണ്ട് പോയിട്ട് ഞാൻ നേരത്തെ CCTV നോക്കിയപ്പോ അപ്പോഴൊക്കെ പോക്കറ്റിൽ ലാസ്റ്റ് നേരത്തെ സന്തോഷ് വിളിച്ചപ്പോ ഫോൺ മുകളിലോട്ട് തന്നില്ലേ. Let me dial. Bye. Bye.
പറഞ്ഞൊന്നും മനസ്സിലാക്കാതെ. ശരി, നീ എന്നെ കളിക്കാം, നിനക്ക് എണ്ണ ചേട്ടൻ വിളിച്ചിരിക്കണോ? ഞാൻ വിളിച്ചിരിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ചേട്ടനവിടെ? എവിടെ ചേട്ടൻ? ചേട്ടനെ കണ്ടുപിടിച്ചോ? ചേട്ടനാണോ ഫസ്റ്റ്? സാറ്റ്. എന്നെ കണ്ടുപിടിച്ചില്ല, നീ കണ്ടുപിടിക്കുന്ന മുമ്പ് സാറ്റ് വിളിച്ച്. നീ തോറ്റ്, നീ എന്നെ കണ്ടുപിടിക്കണേ എന്റെ മോനെ കാണണ്ട. എണ്ണ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നീ ഓട്ടൊക്കെ വെച്ച് നോക്കി, ഞാൻ കണ്ട്. നീ വേറെ എണ്ണ. 29 കഴിഞ്ഞിട്ട് എന്താ? 29 കഴിഞ്ഞ എന്താ? 30. ആ ഓക്കെ. എന്തിനാണ് ഞാൻ സാറ്റ് നീ എന്നെ കണ്ടുപിടിച്ചില്ല, ഞാൻ സാറ്റ് അടിച്ച്. ശരി, 1 2 3 4 5 6 7 8 9 10. നിന്റെ 1 2 തമിഴാ? ഞാൻ കണ്ടുപിടിച്ചു സാർ. നീയാണോ? 1 2 3 4 5 ചിക്കൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണി, സാലഡ്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിലുണ്ട് ഞങ്ങളുടെ നെയ്ബർ ജയേഷ് 2 ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഹോം മെയ്ഡ് ചിക്കൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ചിക്കൻ ഫ്രൈ അതിൻ്റെയൊക്കെ ഒരു ബിസിനസ് ഉണ്ട്. പുള്ളിക്കാരി നല്ല കുക്കാണ്. അത് ബോറടിച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ സൺഡേ എനിക്ക് കുറച്ച് കൊടുത്തിടാം. അപ്പം അങ്ങനെ ചിക്കൻ ബിരിയാണി വന്നു, പ്രോൺസ് ബിരിയാണി വന്നു, ചിക്കൻ ഫ്രൈ വന്നുകൊണ്ട് ഇന്നിവിടെ കുക്കിങ്ങൊക്കെ വളരെ കുറവായിരുന്നു. കിച്ചണിലൊക്കെ എല്ലാവരും റിലാക്സ്ഡ് ആയിരുന്നു. എന്തോ ഇച്ചിരി റോസിക്ക് ബിരിയാണി ഇഷ്ടമല്ല, റോസിക്ക് ചോറാക്കി. അപ്പം ഇനി ബിരിയാണി കഴിക്കണം. എല്ലാവരും വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ഐ തിങ്ക് ഐ ഷുഡ് സ്റ്റാർട്ട് ഓഫ് ഫസ്റ്റ്. ഞാനെപ്പോഴും നേരത്തെ കഴിക്കും. അപ്പം റോസിക്ക് കഴിക്കുമ്പോൾ എനിക്ക് ബേബി എടുക്കാമല്ലോ. ഇതൊരു കോൾഡ്, അതുകൊണ്ട് ഞാനിങ്ങനെ ബേബി എടുക്കുമ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. 2 ദിവസമായി, ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നലെ അത്ര കൂടുതലില്ലായിരുന്നു. എന്നായപ്പോൾ കുറച്ചൊരു സൗണ്ടൊക്കെ പോയി. എനിക്കെപ്പോൾ തൊണ്ടിങ്ങനെ പ്രശ്നമായാലും സൗണ്ട് ബോക്സ് കുറവ്. പക്ഷെ അതിന് കഴിക്കട്ടെ, അപ്പോൾ ഇനി കഴിക്കട്ടെ. ഇവിടെ നിന്ന് സഫീലയുടെ മോൻ വന്നിട്ടുണ്ട്. അവനിന്ന് ഡേ കെയർ ഇല്ലാത്തതുകൊണ്ട് സഫീലയുടെ മോളൊന്ന് എവിടെ ട്രാവൽ ചെയ്യുക, അതുകൊണ്ട് അവനെ കൊണ്ടുവന്നു. അവനിവിടെ അശ്വിനായിട്ട് കൂട്ടായിട്ട് ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അമ്മൂൻ്റെ കൂടെ പോൾസ് ക്രീമറിയുടെ ഇനോഗ്രേഷൻ ലുലുവിൽ ഞാൻ ഞാനിപ്പോൾ ഡ്രസ്സാണ്. അവിടെ വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ വയ്യ. എൻ്റെ സൗണ്ട് പോയിരിക്കുക, കലൈമി കിച്ച് കിച്ച്. അതാണ് ഞാൻ എവിടെയോ തുടങ്ങിയ എൻ്റെ വ്ളോഗ് 2 ദിവസമായിട്ട് ഒട്ടും സുഖമില്ലാത്തതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ല. പിന്നുവിനെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ ലിറ്റിൽ ബെറ്റർ. സൗണ്ട് പോയി, അല്ലാതെ ലിറ്റിൽ ബെറ്റർ. പിന്നെ അവിടെ കയറിയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ അത് ഷെയർ ചെയ്യാം. ഓക്കെ, പേരില്ലേ ഫോക്കസ് മീഡിയ. വേറെ പച്ച പൊന്മാനോ? അതെ, എപ്പ ജനിച്ചു? നീലക്കുയിലിന് ഒരു റൈവലാണോ പച്ചപ്പൊന്മാൻ? നീലക്കുയിലിന് റൈവൽ വന്നിട്ടുണ്ട് പച്ചപ്പൊന്മാൻ. ഇറങ്ങട്ടെ. ഇനി ഒരാളും കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്.
Her name is Sana Fatima. She is the Imagine and Women category of our contest winner. So, Sana ആയിരിക്കും ഇന്ന് അഹാനയോടൊപ്പം റിബൺ കട്ട് ചെയ്യുന്നത്. So we will be waiting for one more celebrity to come. So definitely ഈ ഒരു moment is truly all സ്ക്വയറിന്റെ അഞ്ചാമത്തെ ഔട്ട്ലെറ്റിന്റെ ഇനോഗ്രൽ സെറമണിയാണ് നടക്കുന്നത്. And now I would like to welcome Priyada Martin along with her parents Martin Peter and Gigi Martin രണ്ടുപേരും കൂടെ ചേർന്ന് പ്രയാഗയിൽ ചേർന്നായിരിക്കും. I would like to welcome Now I would like to welcome our former MLA Shabirinath sir. We have Paul's father Ashamane outlet in the inaugural ceremony. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് ഓപ്പറേഷൻ നടത്തുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നടത്തുന്നത്. ഞാനിവിടെ തന്നെ ഐസ്ക്രീം കഴിക്കുകയോ ബോക്സ് കഴിക്കുകയോ എനിക്ക് നിങ്ങൾ സ്ഥിരമായി കാണുന്നത്. കാരണം ബോക്സ് ക്രീമറി എൻ്റെ സ്വന്തം കട അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കട പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോഡ് ഇത്ര എൻ്റെ ആർട്ടിസ്റ്റിക്കാണ് കോഡിനെ പരിചയപ്പെടുന്നത് ബോക്സ് ക്രീമറി കാരണമാണ്. അല്ലാതെ എന്താ പറയാ പരിചയക്കാരൻ്റെ കട എന്ന രീതിയിലല്ലേ നമ്മൾ ബോക്സ് ക്രീമറി പോയി ആ സ്ഥലം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് കോഡുമായിട്ട് പരിചയപ്പെടുന്നത്. 7-8 വർഷം ആദ്യം ബോക്സ് ക്രീമറി തുടങ്ങിയ സമയത്ത് അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധമാണ്. ബോക്സ് ക്രീമറിയിൽ കിട്ടുന്ന ഓരോ ഐറ്റംസും എത്രത്തോളം മനോഹരമാണോ അത്ര മനോഹരമായൊരു ബന്ധമാണ് എനിക്ക് കോഡുമായിട്ടുള്ളത്. കാരണം അത്ര നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് നല്ലൊരാൾ തോന്നുന്നില്ല, നല്ലൊരു ഗുഡ് ഹ്യൂമൻ ബീങ് തോന്നും, നല്ല ആൾക്കാർക്ക് നല്ലത് എന്ന സമയം അങ്ങനെ തോന്നുന്ന തരത്തിലുള്ള എന്താ പറയുക ഹീസ് ആസ് സ്വീറ്റ് ആസ് ദ തിങ്സ് ഹി മേക്സ് അങ്ങനെ ഒരു വ്യക്തിയാണ് കോഡ്. ആൻഡ് ഞാൻ എപ്പോഴും കോഡിനോട് പറയും കോഡിൻ്റെ ഉള്ളിലെ ഒരു വളരെ ഗുഡായിട്ടുള്ളൊരു വൈബുണ്ട്. ആ വൈബ് കാരണമാണ് ബോക്സ് ക്രീമറി എന്ന് പറയുന്ന ഒരു സംരംഭം വളരെ ഏതാനും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും പോപ്പുലർ ആയ ഒരു ബ്രാൻഡ് ആയിരിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ ബോക്സ് ക്രീമറി തുടങ്ങി പിന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ബോക്സ് ക്രീമറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വളരെ സുരക്ഷിതമായി. അതിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഒന്ന് ബോക്സ് ക്രീമറി സപ്പോർട്ട് ചെയ്ത ഓക്കെ അതിനുപരി മെയിനായിട്ട് ഓരോ ഐസ്ക്രീംസ് ആണെങ്കിലും ബോക്സസ് ആണെങ്കിലും നമ്മൾ അതുവരെ കേരളത്തിൽ കണ്ട് വരുന്ന തരം ക്വാളിറ്റി ആയിരിക്കും. ശരിക്കും നമ്മൾ അബ്രോഡൊക്കെ പോകുന്ന ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. 2 ഫോണിൽ എന്താ പറയുക ട്രാൻഡ് തുടങ്ങി സാധാരണ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ മറ്റ് നാടുകളിൽ തുടങ്ങിയിട്ടാണല്ലോ ഇങ്ങനെ ട്രാൻഡത്തേക്ക് എന്തെങ്കിലും പറ്റുന്നത്. ട്രാൻഡസ് തുടങ്ങിയ ഒരു ബ്രാൻഡ് കൊച്ചിയിലെത്തി ബ്രാൻഡ് സെക്കൻഡ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നു. ഐ തിങ്ക് ഒരു ബ്രാൻഡ് തുടങ്ങിയ ആദ്യത്തെ ദിവസം ഞാൻ കസ്റ്റമറായി പോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞിപ്പോൾ എത്ര വർഷമായി? 8 വർഷം കഴിയുമ്പോൾ ഹോസ്പിറ്റലിലെ 5ാമത്തെ ഔട്ട്ലെറ്റ് ഇനോഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ആരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് പരിചയമില്ലായിരുന്നു. സെക്കൻഡ് ചെയ്തു. അപ്പോൾ ശരിക്കും ഹോസ്പിറ്റലിൽ ഇതുപോലെ ഓപ്പൺ ആകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ന്യൂമോഡല് ആണല്ലോ കേരളത്തിൽ എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ്. ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് തളർന്ന് ഇറങ്ങി വരുമ്പോൾ ദിസ് ഇസ് ഓണസ്റ്റ്ലി ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ഗിവ്. ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു വാഫിൾ ഒരുപാട് അടിപൊളി സാധനങ്ങളുണ്ട്. ഇവരുടെ വാഫിൾസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ്. ലോകത്ത് എവിടെ പോയി കഴിച്ചാലും ഞാൻ പറയും ബോക്സ് ക്രീമറിയിലെ വാഫിൾസിൽ അത്രയും അത് വരില്ല. ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയും പറയും. ഇവരുടെ ജാപ്പനീസ് ചീസ് കേക്ക് ഞാൻ ആക്ച്വലി ജപ്പാനിൽ പോയിട്ട് ജാപ്പനീസ് ചീസ് കേക്ക് കഴിക്കുമ്പോൾ ഞാൻ പറയാം കൊള്ളാം, പക്ഷെ ബോക്സ് ക്രീമറിയിൽ അത്രയും സുഖമില്ല. അപ്പോൾ ബോക്സ് ക്രീമറി എന്താ പറയുക ഐ ഷുവർ കപ്പിൾ ഓഫ് ഇയേഴ്സ് ഇന്ത്യയിൽ എല്ലാവരും അറിയാൻ പോകുന്ന അത് കഴിയുമ്പോൾ ലോകത്ത് എല്ലാവരും അറിയാൻ പോകുന്ന ഒരു ബ്രാൻഡ് ആയി മാറാൻ പോകുന്ന ബ്രാൻഡാണ് ബോക്സ് ക്രീമറി. ഐ 100% ഷുവർ അങ്ങനത്തെ ഒരു ബ്രാൻഡിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഞാൻ
ഒരുപാട് സന്തോഷം. അപ്പോൾ പോൾസ് ക്രീമറിയുടെ 5ാമത്തെ ഔട്ട്ലെറ്റ് ലുലു മോൾ ബാംഗ്ലൂർ ഓപ്പണാണ്. അപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട, ലുലു മോൾ വരികയാണെങ്കിൽ ബാക്കി കടയിലൊക്കെ ചിലപ്പോൾ ആദ്യം തന്നെ പോൾസ് ക്രീമറിയിൽ വരിക, ഐസ്ക്രീംസ് ഉണ്ട്, ടേസ്റ്റ് കൊടുക്കാൻ മേടിക്കുക. ഒന്നും മേടിച്ചില്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് വാഫിൾസ് വിത്ത് ഫ്രഷ് ക്രീം ആൻഡ് മീൽക്ക് സിറപ്പ് മേടിക്കണം. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത് കഴിക്കാൻ. അപ്പോൾ വിഷിംഗ് പോൾ, മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് പോൾ ആൻഡ് പോൾസ് ക്രീമറി ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു 19 ഔട്ട്ലെറ്റ് കൂടി എപ്പോഴും വേഗം തുടങ്ങട്ടെ. താങ്ക് യു. So thank you so much, Ahana. ശരിക്കും ഇതിനേക്കാളും വലിയൊരു അഡ്വർടൈസ്മെന്റ് ഇനി വരാനില്ല. So now I would like to welcome പ്രയാഗ മാറ്റൻ. നമ്മൾ കാത്തിരിക്കുകയാണ് പ്രയാഗ ഞങ്ങൾ സംസാരിക്കുന്നതിനായി. നമ്മുടെ തൃശ്ശൂർ ഔട്ട്ലെറ്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന പ്രയാഗയാണ്. So please. Dr. Overwhelmed. It was a very happy moment to be here today with John and family and Ahana and each and every one of you. Paul's Creamery-യുടെ 5ാമത്തെ ഔട്ട്ലെറ്റിന്റെ ഓപ്പണിംഗ് ആണ്. ഞാൻ കൊച്ചിയിൽ നിന്നായതുകൊണ്ട് തന്നെ കൊച്ചിയിൽ 2 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ട്രിവാൻഡ്രത്തിൽ ഇത് 2ാമത്തെയാണ്. ഭയങ്കര എൻ്റെ അഭിമാനകരമായിട്ടുള്ള നിമിഷമായിരിക്കും ജോണിനും ഫാമിലിക്കും. പിന്നെ തിരുവനന്തപുരത്തോടെ ഓരോരുത്തർക്കും ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ് ജോണിന്റെ സ്വന്തമാണ് തിരുവനന്തപുരം. അപ്പം തിരുവനന്തപുരത്ത് 2ാമത്തെ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റിയതിൽ ഈ ഒരു അവസരത്തിൽ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് യു. ആൻഡ് ലൈക്ക് അഹാന സെഡ്, ഈ ഒരുപാട് ഔട്ട്ലെറ്റ്സ് കേരളത്തിലല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഗ്ലോബൽ ഡോമിനേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോസിറ്റീവിലേക്ക് വളരാൻ സാധിക്കട്ടെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഇവിടുത്തെ മണിക്കോ ആണ്. ഞാൻ എല്ലാ ഫ്ലേവേഴ്സും ട്രൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവിയുടെ ട്രൈ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക്, മറ്റില്ല, എല്ലാം പലരുടെയും ഫേവറേറ്റ്സ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഐ ഓൾവേസ് ഗോ ബാക്ക് ടു, നമ്മൾ വീട്ടിലോട്ട് തിരിച്ചിരുന്നു എന്ന് തോന്നുന്ന ഫീലിംഗ് ആണ് എനിക്ക് എപ്പോഴും പഠിക്കുമ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ. നിങ്ങളെല്ലാവരും തന്നെ പ്രത്യേകം ട്രൈ ചെയ്യണം. ഞാൻ വേറെ എവിടെയും ഈ ഫ്ലേവർ സെർവ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇറ്റ്സ് വെരി യൂണീക് ടു പോൾസ് ക്രീമറി. പിന്നെ വേറെ എന്താ ഞാൻ പറയുന്നത്, കൺഗ്രാറ്റുലേറ്റ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ. എല്ലാവരും വരുന്നു, ഐസ്ക്രീം റിസൾട്ട്സ് എല്ലാം കഴിച്ചു ഹാപ്പി ഓണം again. ഇന്റർനാഷണൽ ബ്രാൻഡാകാനുള്ള എല്ലാ സ്കോപ്പും ഉള്ളതാണ് സംരക്ഷിക്കുന്നത്. And she is receiving ആരെയാണ് ആക്ച്വലി വിന്നറിനെ ചൂസ് ചെയ്തത്. ഒരുപാട് എൻട്രീസ് വന്നതിൽ നിന്ന് സൈന ഫാത്തിമയുടെ വിന്നർ ആകാനുള്ള റീസൺ ഇസ് അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേറ്റ് ചെയ്തത് ഒരു ഐപാഡ് ആക്ടർ 1 year പോൾസ് ക്രീമറിൽ ഐസ്ക്രീം കഴിക്കാം. So congratulations once again. And I request Sonia to please join. So having a sweet സമ്മാനമാണ് സൈന നൽകുന്നത്. Yes. And now നമ്മുടെ അടുത്ത winner both Ahana and Priyanka, please hand over the gift in the presence of Shabana sir. Allow round of applause, ladies and gentlemen, for കൂടി എല്ലാ ആശീർവാദങ്ങളും കൂടി തന്നെ കണ്ടിരുമ്പോൾ നമ്മുടെ കൗണ്ടർ ഇനോഗ്രേഷൻ ആണ് നടക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ ഗോർജിയസ് Priyanka Martin along with a lovely Ahana Krishna, our former Ministry Shabana sir. We have Sonia Chen, Paul and his family. എല്ലാവരും കൂടെ ചേർന്ന് founder of Paul's Creamery. നല്ല കൈഡിയാകാട്ടോ.
So congratulations. So അടുത്തതായിട്ട് പോൾസ് ക്രീമറിയുടെ ഫസ്റ്റ് സെയിൽ ആണ് നടക്കുന്നത്. For that I would like to welcome Nisha Mohammed, please. ഇത് ലേഡി ഫിംഗർ. Thank you. So finally, the first outlet of Paul's Creamery is open. Yes. So it is a big milestone for me and my entire team. And team ആണ് ഏറ്റവും ആദ്യം I have to tell and mention before anyone because it is our entire hard work which is what you are seeing now. ആദ്യം Paul's Creamery തുടങ്ങിയിട്ട് അവിടുന്ന് സപ്പോർട്ട് ചെയ്ത് വന്നതാണ്. ഞാൻ അഹാന പറഞ്ഞു വലിയ ഫാക്ടറാണ്, ഐസ്ക്രീംസ് ആണ് എല്ലാം. I would always say Ahana is a big factor in my business because she has been promoting Paul's Creamery. ഞാൻ പോലും അറിയാണ്ട്, കാരണം സാറിന് എല്ലാവരും ചോദിച്ചോ ഒന്നുമില്ല, നമ്മളെ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുവാണ്. അപ്പൊ ഐ ഓൾസോ തിങ്ക് ആന എന്തുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. ഔട്ട് ഓഫ് കപ്പിൾ ഓഫ് ഇന്നോവേഷൻ ഷി ജെനുവൻലി ലവ്സ് us and that is how we have become very close. And thank you. I'm so happy that you inaugurated this our prestigious outlet. Thank you so much. And Sindhu Aunty, thank you for joining as well. And Sindhu Auntyയുടെ wafflesന്റെ വ്ളോഗ് കാരണമാണ് നമ്മുടെ കുറേ waffles ഫേമസ് ആയേക്കുന്നത്. സ്പെഷ്യൽ കോമ്പിനേഷൻ ഉണ്ട് സിന്ധു ആൻറ്റി ആണെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ വരുമ്പോൾ. ആൻഡ് അത് ചോദിച്ചുകൊണ്ട് വരും ആൾക്കാർ, അത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ആൻഡ് പ്രയാഗ ആസ് ഓൾവേസ്, ഞാൻ പ്രയാഗ എന്ന് വിളിക്കുക ചച്ചു എന്നാണ് വിളിക്കുന്നത്. എല്ലാവർക്കും ഈ വാക്ക് അറിയാവുന്ന അറിയത്തില്ല, പക്ഷേ ഷീ ഈസ് മോർ ഓഫ് എ ലിറ്റിൽ സിസ്റ്റർ ടു മീ. അത്രയും ക്ലോസ് ആണ്. Life has brought us together somehow and we have become very, very close. And thank you so much for ക്ഷണം സ്വീകരിച്ച് വരുന്നതിന്. I know it was എല്ലാം last minute plan, last minute changes, പക്ഷേ I sincerely appreciate, കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് രാവിലെ ഓടിച്ച് വന്ന്. Thank you so much Chachu and Uncle Aunty. Dubai chocolate. And then a favorite Dubai chocolates. Yeah. With Sanjay It's a new flavor. It recently launched. Italian the next year. Give ice cream. Really give that ice cream to customers. പോൾസ് ക്രീമറിയുടെ ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. കേക്ക് കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു. വാഫിളൊന്നും കഴിക്കാൻ ചാൻസ് ഇല്ല. വെരി പോസിറ്റീവ്, നൈസ് ക്രൗഡ്. പ്രയാഗ അമ്മുമായിട്ട് കുറച്ച് ക്ലോസ് ആണ്, പക്ഷെ ഞാൻ ഇതുവരെ പ്രയാഗയെ കണ്ടിട്ടില്ല. അങ്ങനെ ഇന്ന് കാലങ്ങൾക്ക് ശേഷം പ്രയാഗേനെയും പ്രയാഗയുടെ അമ്മയും എല്ലാവരും മീറ്റ് ചെയ്തു. സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു പോൾ ആൻഡ് പോൾസ് ക്രീമറി. ലുലു മോളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഈ മ്യൂസിക് എനിക്ക് പാരയാവും അറിയത്തില്ല. സോ ഐ തിങ്ക് ഐ മൈറ്റ് ടോക്ക് ലേറ്റർ ഓൺ. Yeah. What's the name of this flavor? Oh, wow. Yeah. എന്തെങ്കിലും കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. നമ്മളാണ് കോണ്ടന്റ്. പോൾസ് ക്രീമറിയുടെ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് വന്നിട്ട് അമ്മൂന് ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഹെൽപ്പ് ചെയ്തു. ഹൻസിക്കുട്ടിക്ക് ഷൂട്ടില്ലേ? ഹൻസിക്കുട്ടിക്ക് ഇനിയൊരു ഷൂട്ടുണ്ട്, അതിനും ഹെൽപ്പ് ചെയ്യണം. ഞാൻ വന്ന ഉടനെയാണ് അമ്മൂൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല, മേക്കപ്പും ഒന്നും മാറ്റിയില്ല, അങ്ങനെ ഷൂട്ട് ചെയ്തു. ഇറ്റ് വാസ് എ നൈസ് ഡേ. ആൻഡ് പോൾസ് ക്രീമറിയിൽ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇറങ്ങുന്ന ആ സ്പോട്ടിൽ, ദാറ്റ്സ് എ വെരി നൈസ് സ്പോട്ട്. കാരണം അവിടെ വരുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. ആൻഡ് പോൾസ് ക്രീമറിയുടെ സാധനം അടിപൊളിയാണ്. അവിടെ ഒരിക്കൽ ടേസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വീണ്ടും അടുത്ത പ്രാവശ്യം ലുലു മോളിൽ വരുമ്പോൾ ദേ പേർപ്പസ്ഫുള്ളി ഗോ ടു പോൾസ് ക്രീമറി ആൻഡ് ടേസ്റ്റ് ഇറ്റ്. കാരണം ഒരിക്കൽ അവിടുത്തെ വാഫിൾസോ അവിടുത്തെ ചില ഫ്ലേവേഴ്സ് ഐസ്ക്രീംസൊക്കെ കഴിച്ചാൽ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. നമുക്ക് വീണ്ടും 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 അത് കഴിക്കാൻ തോന്നും. എൻ്റെ സൽവാർ കൊള്ളാവോ?
കാണുന്നുണ്ട് ഒരു ഹാൻഡ് പെയിൻറ്റിങ് ഒക്കെ അല്ല. ഞാൻ ലാസ്റ്റ് ടൈം നമ്മൾ ചെന്നൈ മോക്ഷയിൽ പോയപ്പോൾ എടുത്തതാണ്. ഞാൻ ഈശാനിയുടെ കൂടെ ആ സിനിമയുടെ പൂജയ്ക്ക് പോയപ്പെട്ട വയലറ്റും ഇതും ഈ 2 എണ്ണമാണ് ഞാനപ്പോൾ എടുത്തത്. എപ്പോഴും പോകുമ്പോൾ നമുക്ക് കാണുന്ന അത്രത്തോളം ചോയ്സ് ഇത്തവണ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. ചില സീസൺ അങ്ങനെ ഒരുപക്ഷെ ഇനി പോകുമ്പോൾ കാണും. ഇനി പോകുമ്പോൾ ഒരുപക്ഷെ ദീപാവലിയൊക്കെ വരാറായതുകൊണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കൂടുതൽ ചോയ്സ് കാണുമായിരിക്കും. ഇത്തവണ ചോയ്സ് ഇച്ചിരി കുറവായിരുന്നു. എന്നാലും ദിസ് ഇസ് വെരി പ്രിറ്റി. ഐ ലൈക്ക് ദ കളർ. അമ്മു ഇട്ടത് നല്ലത്. അമ്മു ഇട്ടത് കൊച്ചിയിലെ സുലയ എന്ന് പറയുന്ന കടയില്ല. ദാറ്റ്സ് ലൈക്ക് ഓസമാണ്. ആ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കൊച്ചിയിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ട് നിൽക്കുക. എനിക്ക് കുറച്ച് പാറ്റേൺസ് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതുപോലെ എനിക്കും സ്റ്റിച്ച് ചെയ്യണം. നല്ലതായിരുന്നു. പിന്നെ ഇന്ന് പ്രയാഗയെ മീറ്റ് ചെയ്തു, പ്രയാഗയുടെ അമ്മയെ മീറ്റ് ചെയ്തു, പരിചയമുള്ള കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ നൈസ് ഡേ. 2 ദിവസമായിട്ട് എനിക്ക് ജലദോഷമായിട്ട് ലൈക്ക് ഐ വാസ് ലൈക്ക് സ്റ്റക്ക് അപ്പ്. ഐ വാസ് ലൈക്ക് സ്കേർഡ്. എനിക്ക് ജലദോഷമായിട്ട് എനിക്ക് ബേബിയെ എടുക്കാൻ എനിക്ക് ടെൻഷനായിരുന്നു. ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഇടയ്ക്ക് അവനെ എടുത്തത്. ഭാഗ്യം അവന് കോൾഡൊന്നും ആയില്ല. ഞാനിങ്ങനെ ഹോമിയോ മരുന്ന് ഞാൻ കഴിക്കുന്നത്. ഹോമിയോ മരുന്ന് ഞാൻ ലാവിഷായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്ന് മാറാൻ. കോൾഡ് ഏകദേശം മാറിയിട്ടുണ്ട്. സൗണ്ട് മാത്രം മാറില്ല. പണ്ടും എനിക്ക് ഇതുപോലെ ത്രോട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാൽ എൻ്റെ സൗണ്ട് അങ്ങ് പോകും. അല്ലെങ്കിൽ ഈ കച്ചട സൗണ്ടാണ്. ത്രോട്ട് ഇൻഫെക്ഷൻ വന്നാൽ പിന്നെ സൗണ്ട് ഒന്നിനും കൊടുക്കില്ല. അത് കുറേ ദിവസം എടുക്കും മാറാൻ. ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഗാഗിളൊക്കെ ചെയ്ത് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. കിച്ചിപ്പോൾ പുറത്തേതോ ഒരു ഫംഗ്ഷന് പോയിക്കുക എല്ലാവരും ഉണ്ട്. അമ്മു ആക്ച്വലി പോൾസ് ക്രീമറിയുടെ ഇനോഗ്രേഷൻ വാസ് സപ്പോസ് ടു ഹാപ്പൻ ഓൺ ദ 21st. ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ അതിൻ്റെ ആ ഒരു കാർഡ് കാണിച്ചിട്ടുണ്ട്. പുള്ളി ഇവിടെ വിളിക്കാൻ വന്നിരുന്നു. ബെൻസ് കാറിൻ്റെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയില്ലേ. അപ്പോൾ എന്നിട്ട് എന്തോ അവിടെ ഇൻറ്റീരിയേഴ്സിൻ്റെ വർക്ക് എന്തോ ഡിലേ ആയതുകൊണ്ട് ആവണം ഇറ്റ് ഗോട്ട് ഷിഫ്റ്റഡ് ടു 25th. അപ്പോൾ അമ്മു ഓൾറെഡി ചെന്നൈ പോയിരുന്നു. നിവേദയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ആയിരുന്നു. പക്ഷേ എന്നിട്ട് പിന്നെ ഇന്നായിട്ട് അമ്മു ഇന്ന് രാവിലെ വന്നു. നാളെ ഇനി അമ്മ തിരിച്ചു പോകും. ഞങ്ങൾ 27th ഹൻസൂന് കോളേജിൽ ഓണം പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഹൻസൂന് നിവേദയുടെ കല്യാണത്തിന് വരണം എന്നുള്ളത് കൊണ്ട് അന്ന് രാത്രിയാണ് നമ്മൾ നിവേദയുടെ കല്യാണത്തിന്. ഓസി വരുന്നില്ല. ബേബിയെ കൊണ്ട് ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓസി വരുന്നില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ. പിന്നെ ഈ എത്രത്തോളം ഫുട്ടേജ് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല ഈ വീഡിയോയ്ക്ക്. അതും ആയില്ലെങ്കിൽ നമുക്ക് നാളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് വിളിച്ച് സെൻറ്റിട്ട്. ഓക്കെ. ഇന്നലെ ഒന്നും വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഐ ഗെസ്റ്റ് ഐ തിങ്ക് ആ കാറാണെന്ന് തോന്നുന്നു. ആര്യവൈദ്യശാലയുടെ ഒരു സോപ്പ് ഓസിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റ് ഓസിക്കായിട്ടൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞു. അതാണോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരു കാറ് വന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ആക്ച്വലി എൻ്റെ വീഡിയോയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അവിടെ കുറച്ച് മിക്സിയുടെ സൗണ്ട് കേട്ടോ. ഐ തിങ്ക് ഇറ്റ് ഇസ് ദെം. ഓക്കെ. പ്രോമിസ് ചെയ്ത പോലെ ആര്യവൈദ്യശാലയിൽ നിന്ന് കുറേ പ്രോഡക്ട്സ് നമുക്ക് വന്നിട്ടുണ്ട്. മിസ്റ്റർ ശ്രീരാജ്, താങ്ക് യു സോ മച്ച് ടേക്കിംഗ് സോ മച്ച് എഫേർട്ട് ആൻഡ് കമ്മിങ് ഹിയർ. താങ്ക് യു സ്റ്റുഡിയോ. പറഞ്ഞു തരുമോ എനിക്ക് എന്തൊക്കെയാണെന്ന്? ഇത് നമ്മളുടെ ഒരു ഓയിൽ ബേസ്ഡ് സെറമാണ്, സാഫ്രൺ സിൽക്ക്. ഇത് ബേസിക്കലി കുങ്കുമം, ചന്ദനം, ലോട്ടസ് അങ്ങനെയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ പ്രപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ ബേസ്ഡ് സ്കിൻ കെയർ. ഇത് മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ പുതിയതായിട്ട് ഇറക്കിയതാണ്. ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നൈറ്റ് റൂട്ടീനിലൊക്കെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. പിന്നെ ഇത് നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ വേണം. നമ്മളിപ്പോൾ ലൈക്ക് ഒരു മെസ്സി ഡേ ആണ് അല്ലെങ്കിൽ അങ്ങനെ മാസ്ക് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് ഷീറ്റ് മാസ്ക് ആണ്. ദിസ് ഈസ് ഓൾസോ ഇൻഫ്യൂസ്ഡ് വിത്ത് സാഫ്രൺ. ഓക്കെ. ഇത് ഒന്നിനകത്ത് ഒന്നാണോ? എത്ര എണ്ണം ഉണ്ട്? So we have got 2. Okay, thank you. And this is വിഭ സ്കിൻ കെയർ ക്രീം. ഇതൊരു മൾട്ടിപർപ്പസ് ക്രീമാണ്. ആക്ച്വലി ഞാൻ പേഴ്സണലി ഇത് യൂസ് ചെയ്യുക നമുക്കിപ്പം ഹാൻഡ് ക്രീമായിട്ട് യൂസ് ചെയ്യും, ഫുഡ് ക്രീമായിട്ട് യൂസ് ചെയ്യും, ഈവൻ നമ്മളെ കൈയൊന്ന് പൊള്ളി അതിന് യൂസ് ചെയ്യും. അങ്ങനെ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റ് ക്രീം. ആൻഡ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കൊട്ടിക്കൽ ആയുർവേദയുടെ തന്നെ ടൂത്ത് പേസ്റ്റ്. അതെ. അപ്പോൾ ഇത് നമ്മുടെ ന്യൂ ലോഞ്ചാണ്.
സോ ഇതിൽ ബേസിക്കലി എല്ലാ ആയുർവേദിക് ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളുടെ ബാത്റൂം പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഇങ്ങനെ ആദ്യമായിട്ട് വീട്ടിൽ കിട്ടാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആണുങ്ങളുടെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എന്താണെന്ന് നമുക്ക് ഇത് നോക്കാം. നമുക്കൊരു ഹെയർ കെയർ ക്രീമാണ്. ഇത് ഒരുപാട് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ നമുക്കൊരു ഫ്രിസി ഹെയർ ഒക്കെ ആണെങ്കിൽ ലൈക്ക് ഒരു ജെല്ല് നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കെമിക്കൽ ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ചും കൂടി ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മളുടെ ഫ്ലിസിനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ക്രീമാണ്, ബേസിക്കലി ഫോർ ജെൻസ്. അപ്പോൾ സാറിന് വേണ്ടിയിട്ട് നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇതിനെപ്പറ്റി നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പുള്ളിക്ക് ഇതൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, സോ ഈ പ്രോഡക്റ്റ്സ് ആണ് സാറിന് നമ്മൾ അത് ആ ബോക്സ് തന്നെ വെച്ചിട്ട് പുള്ളിക്ക് കൊടുക്കാം, പുള്ളി ഹാപ്പി ആവട്ടെ. ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ ബേബി ഓയിൽ, ഇതിൽ ലാക്ഷ അതുപോലെ ടർമറിക് അശ്വഗന്ധമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ബേബി ഓയിലാണ്. അപ്പോൾ ഇതും മാം ഒന്ന് റിവ്യൂ ചെയ്തു. ഞാൻ എന്തായാലും അവന് യൂസ് ചെയ്ത് കൊടുക്കാം. ഞാനാണ് ഇപ്പോൾ അവനെ കുളിപ്പിക്കുന്നതാണ്. സോ ഇത്രയാണ് നമ്മൾ ഭാഗത്തുനിന്ന്. വി വർ വെരി ഹാപ്പി, അവർ CEO വാസ് വെരി ഹാപ്പി, ദ ഹോൾ ടീം വാസ് വെരി ഹാപ്പി. നമുക്ക് വലിയ സന്തോഷം, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് വരുമ്പോൾ വി റിയലി ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. We are also so happy. We are so thankful. And thank you for taking all the effort and coming here with so many gifts, you know. Thank you. Thank you so much. Thank you. ഫോട്ടോ ഒന്ന് കാണിക്കാമോ? അത് ഏതാണെന്ന് അറിയാനാ ആ രീതിക്ക് കുറേ പേര്. അതിന്റെ തന്നെ സെയിം ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് ഒരു ബേബി ഓയിൽ. ഓ, സെയിം ഇൻഗ്രീഡിയന്റ്. ഓ, ലാക്ഷാദിക്ക് എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ബേസിക്കലി വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് ബേസ്. വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ അത് കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഈ ഫോട്ടോ ഉള്ള സാധനമാണ് നമ്മൾ അന്ന് അവിടെ പോയപ്പോൾ കണ്ടത്. അന്ന് ഞാൻ കുടിക്കാൻ പോയപ്പോൾ കണ്ടത് അവിടെ ഉണ്ടായിരുന്നു. ഈ സാധനം ഉണ്ടോ? ഞാൻ മേടിച്ചില്ല, പക്ഷേ ഇത് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ട് ശ്രദ്ധിച്ചു. ഞാൻ ബേബി ഓയിലായിട്ട് കോക്കനട്ട് ഓയിലാണ്. വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഭയങ്കര എഫക്റ്റ്. തലയിൽ യൂസ് ചെയ്യാം, അത് മുഖത്ത് മാത്രം? ഫുൾ ബോഡി എല്ലായിടത്തും. ഓ, ഓക്കെ. ബോഡി ആണെങ്കിൽ കുറച്ചും പ്രിഫർ ചെയ്യും. ആണല്ലേ? ആ സെയിം കൈൻഡ് ഓഫ് സ്മെല്ലായിരിക്കും. ബേസിക്കലി കീപ്സ് യുവർ സ്കിൻ ഹെൽത്തി. ബേബിയുടെ സ്കിൻ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അവരൊക്കെ പോയി. പിന്നെ ആര്യവൈദ്യശാലയുടെ പ്രോഡക്ട്സിന് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആക്ച്വലി ആവശ്യമില്ല. ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എത്രത്തോളം നല്ല പ്രോഡക്റ്റ്സ് ആണെന്ന്. എന്നാലും താങ്ക് യു സോ മച്ച്. കുറേ ഗിഫ്റ്റ് ഐറ്റംസ് കൊണ്ടുവന്നു. ഓരോന്നായിട്ട് ഐ സ്റ്റാർട്ട് യൂസിങ്. ആൻഡ് കിച്ചുവിന് കുറേ ഉണ്ട്, കുഞ്ഞ് ബേബിക്കുണ്ട്, ഓസിക്കുണ്ട്, എല്ലാവർക്കും കുറേ സാധനങ്ങളുണ്ട്. ഫേസ് മാസ്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നല്ലതാണ്. കാരണം ഈ ഫേസ് മാസ്ക് പോലെയുള്ളതൊക്കെ മറ്റേ കൊറിയൻ ഫേസ് മാസ്ക്, മറ്റേ ജാപ്പനീസ് ഫേസ് മാസ്ക് അങ്ങനെയൊക്കെയാണല്ലോ കിട്ടുന്നത്. വിച്ച് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ഓൾസോ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പ്രോഡക്ട്സ്, നമ്മുടെ കേരള പ്രോഡക്ട്സ് അത്ര ഓവർ എക്സ്പെൻസീവ് അല്ലാതെ കിട്ടുവാണ്, നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ലതല്ലേ ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ. ഓ, എൻ്റെ സൗണ്ട് എന്തൊരു ബോറല്ലേ, അയ്യോ. അപ്പോൾ സാരമില്ല. ഐ എം വെരി സിക്ക്. ഐ എം ഫീലിംഗ് റിയലി ഡ്രൗസി. ഇന്ന് എൻ്റെ ഹോമിയോ മരുന്ന് കഴിക്കാൻ പറ്റിയില്ല. ഇറ്റ് വാസ് വെരി ബിസി. അപ്പോൾ മരുന്നൊക്കെ കഴിക്കട്ടെ. എൻ്റെ ഈ വീഡിയോ ഐ വിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ഓഫ് ഹിയർ. All of you all take care. See you all soon in my next video. Okay? Bye.